അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരു ദരിദ്രനായ യുവാവ് ഫജർ നമസ്കാരത്തിനായി പോയപ്പോൾ അവന്റെ ജീവിതത്തെ മാത്രമല്ല ലക്ഷക്കണക്കിന് ഹൃദയങ്ങളെ സ്പർശിച്ച ഒരു അത്ഭുതകരമായ സംഭവം നടന്നു. ലോകം ഇപ്പോഴും രാത്രിയുടെ അവസാന ഭാഗത്ത് ഉറങ്ങുകയായിരുന്നപ്പോൾ യാസിർ എന്ന യുവാവ് അല്ലാഹുവിന്റെ പ്രീതി തേടി മോസ്കിലേക്ക് നടന്നു. എന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നോ അവന്റെ വിധി എങ്ങനെ മാറാൻ പോകുന്നുവെന്നോ അവനൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. തുടർന്ന് സംഭവിച്ചത് ഭാവനയ്ക്കും അപ്പുറമായിരുന്നു. ഈ സംഭവം ഇപ്പോൾ ലോകമെമ്പാടും വ്യാപിച്ച ഒരു അനന്യമായ ഉദാഹരണമായി മാറിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർബന്ധിത ആരാധനകളിലൊന്നാണ്. ഇത് വെറുമൊരു ആചാരമല്ല, മറിച്ച് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിന്റെ അടിസ്ഥാന സ്തംഭമാണ്. നമസ്കാരം വിശ്വാസത്തിന്റെ പ്രകടനവും ദാസനും അവന്റെ രക്ഷിതാവും തമ്മിലുള്ള ജീവനുള്ള ബന്ധവുമാണ്. വിചാരണ ദിനത്തിൽ ഏറ്റവും ആദ്യം വിചാരണ ചെയ്യപ്പെടുന്നത് നമസ്കാരമാണ്. നമസ്കാരം ശരിയാണെങ്കിൽ മറ്റെല്ലാ കർമ്മങ്ങളും സ്വീകരിക്കപ്പെടും. എന്നാൽ നമസ്കാരം കേടുവന്നാൽ മറ്റെല്ലാ കർമ്മങ്ങളും നശിക്കും. നമസ്കാരം സംരക്ഷിക്കുന്നവന് വിചാരണ ദിനത്തിൽ പ്രകാശവും തെളിവും രക്ഷയുമുണ്ടാകും. എന്നാൽ അത് അവഗണിക്കുന്നവന് പ്രകാശവും തെളിവും രക്ഷയ്ക്കുള്ള പ്രതീക്ഷയുമുണ്ടാകില്ല. ഇനി ഫജ്ർ നമസ്കാരം ഒരിക്കലും ഒഴിവാക്കാത്ത ഒരു ദരിദ്ര യുവാവിന്റെ അവിശ്വസനീയമായ കഥ നമുക്ക് കേൾക്കാം. അല്ലാഹുവിന്റെ കാരുണ്യത്താൽ ഈ പ്രചോദനാത്മകവും അർത്ഥവത്തായതുമായ കഥ ആരംഭിക്കാം. ഈജിപ്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ യാസിർ എന്ന യുവാവ് ജീവിച്ചിരുന്നു. അവൻ ദരിദ്രനും അനാഥനും കുടുംബത്തിന്റെ ഏക ആശ്രയവുമായിരുന്നു. 4 സഹോദരിമാർക്ക് വേണ്ടി അവൻ അക്ഷീണം പ്രവർത്തിച്ചു. ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും നിറഞ്ഞ ജീവിതമായിരുന്നെങ്കിലും യാസിർ ഒരിക്കലും ഫജ്ർ നമസ്കാരം ഒഴിവാക്കിയില്ല. ഓരോ ദിവസവും ഫജ്ർ നമസ്കാരത്തിൽ സുജൂദിൽ കരഞ്ഞുകൊണ്ട് അവൻ അല്ലാഹുവിനോട് ഭാവനയ്ക്കും അപ്പുറമായ ഒരു ഉപജീവനം അപേക്ഷിച്ചു. തന്റെ സഹോദരിമാരുടെ വിവാഹം നടത്താനും അവർക്ക് അന്തസ്സുള്ള ജീവിതം നൽകാനും വേണ്ടി. എന്നാൽ ഒരു അത്ഭുതകരമായ വഴിത്തിരിവ് അവനെ കാത്തിരിക്കുന്നുണ്ടെന്ന് അവൻ അറിയില്ലായിരുന്നു. ഒരു ദിവസം അവൻ ഒരു ക്രൂരനായ മനുഷ്യന്റെ ഭൂമിയിൽ ജോലി ചെയ്തു. ആ മനുഷ്യൻ അവന് അർഹമായ പ്രതിഫലം നൽകിയില്ല. യാസിർ തന്റെ മൂല്യത്തേക്കാൾ വളരെ കുറഞ്ഞ വേതനം സ്വീകരിച്ചെങ്കിലും ഒരിക്കലും പ്രതിഷേധിച്ചില്ല. അവന്റെ നിരാശ അവന്റെ വേദനയെ മറച്ചു. ആ വൈകുന്നേരം യാസിർ വളരെ ദുഃഖിതനായി വീട്ടിലേക്ക് മടങ്ങി. ആശങ്കയോടെ അവന്റെ സഹോദരിമാർ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു. എന്നാൽ അവൻ അൽഹംദുലില്ലാഹ് എന്ന് മാത്രം മറുപടി പറഞ്ഞു. അവർ നിർബന്ധിച്ചപ്പോൾ അവൻ പൊട്ടിത്തെറിച്ചു, എന്നെ ഒറ്റയ്ക്കാക്കൂ എന്ന് പറഞ്ഞു. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് പതിവ് പോലെ അവൻ വീണ്ടും അല്ലാഹുവിലേക്ക് തിരിഞ്ഞു. ആഴമായ സുജൂദിൽ അവൻ ഹൃദയംഗമമായ ഒരു പ്രാർത്ഥന നടത്തി. ഓ അല്ലാ, ഫജ്ർ നമസ്കാരത്തിന് എഴുന്നേൽക്കാനുള്ള കഴിവ് എനിക്ക് നൽകണമേ. ഓ അല്ലാ, എന്റെ എല്ലാ ദുഃഖങ്ങളും നീക്കേണമേ. ആ രാത്രി മുതൽ അവന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതകരമായ അധ്യായം ആരംഭിച്ചു. ഫജ്ർ അദാൻ വിളിക്കുന്നതിന് തൊട്ടുമുമ്പ് യാസിർ എഴുന്നേറ്റു, വുദു ചെയ്ത് പതിവ് പോലെ നമസ്കാരത്തിനായി പോയി. നമസ്കാരവേളയിൽ അവൻ സുജൂദിൽ ദീർഘനേരം ചെലവഴിച്ചു. തന്റെ സഹോദരിമാർക്ക് അനുഗ്രഹീതമായ ഉപജീവനം നൽകണമെന്ന് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി അപേക്ഷിച്ചു. നമസ്കാരം കഴിഞ്ഞ് മോസ്കിന് പുറത്തേക്കിറങ്ങിയപ്പോൾ അവന്റെ ഹൃദയത്തെ ഞെട്ടിച്ച ഒരു അത്ഭുതകരമായ സംഭവം അവനെ കാത്തിരുന്നു. സുബ്ഹാനല്ലാഹ്. മോസ്കിന് മുന്നിൽ ഒരു ധനികൻ തന്റെ ആഡംബര കാറിൽ നിന്നിറങ്ങുന്നത് അവൻ കണ്ടു. ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, യുവാവേ, ഇവിടെ വരൂ, നിന്നോടെനിക്ക് സംസാരിക്കണം. അപരിചിതന്റെ ശബ്ദത്തിൽ അവന് അത്ഭുതം തോന്നിയെങ്കിലും ജിജ്ഞാസ മൂലം അവൻ അവന്റെ അടുത്തേക്ക് നടന്നു. യാസിർ ചോദിച്ചു, നിനക്ക് എന്നിൽ നിന്ന് എന്താണ് വേണ്ടത്? ധനികൻ മറുപടി പറഞ്ഞു, എന്റെ കൃഷിയിടത്തിൽ ജോലിക്കാർ വേണം. ആർക്കെങ്കിലും ഈ ജോലിക്ക് യോഗ്യനാണെന്നറിയാമോ? അല്ലാഹുവിൽ നിന്ന് നേരിട്ട് വന്ന ഒരവസരമാണെന്ന് യാസിറിന് തോന്നി. ആവേശത്തോടെ അവൻ പറഞ്ഞു, ഞാൻ തന്നെ നിന്റെ ഭൂമിയിൽ ജോലി ചെയ്യാം. ദയവായി എന്നെ കൊണ്ടുപോകൂ. യാസിറിന്റെ മുഖത്തുനിന്ന് ആത്മാർത്ഥത വെളിവാകുന്നത് കണ്ട ധനികൻ സന്തോഷിച്ചു. അവൻ യാസിറിനെ കാറിൽ കയറ്റി കൃഷിയിടത്തിലേക്ക് കൊണ്ടുപോയി. ഇവിടെയാണ് നിന്റെ ജോലിസ്ഥലം എന്ന് പറഞ്ഞു. യാസിർ സന്തോഷത്തോടെ മറുപടി പറഞ്ഞു, ഞാൻ പൂർണ്ണ സമർപ്പണത്തോടെ ജോലി ചെയ്യാം ഇൻഷാ അല്ലാഹ്. എന്നാൽ ആ ഭൂമിയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു അത്ഭുതകരമായ രഹസ്യം അവൻ അറിയില്ലായിരുന്നു. ദിനങ്ങൾ കടന്നുപോയി.
വിളവെടുപ്പ് കാലമെത്തി. ആ നിമിഷം അസാധാരണമായ ഒരു സംഭവം നടന്നു. ഒരു ദിവസം രാവിലെ ധനികൻ തന്റെ വയലിൽ നിന്നു. സൂര്യപ്രകാശത്തിൽ വിളകൾ സ്വർണം പോലെ തിളങ്ങി. അവൻ അത്ഭുതപ്പെട്ടു നിന്നു. ഇതുപോലൊരു കാഴ്ച അവൻ ഒരിക്കലും കണ്ടിരുന്നില്ല. അവൻ കണ്ണുകൾ തിരുമ്മി തന്റെ കാഴ്ചയെ സംശയിച്ചു. അത്ഭുതത്തോടെ അവൻ പറഞ്ഞു, ഇതെന്താണ്? എന്റെ ജീവിതത്തിൽ ഇത്തരമൊരു വിളവ് ഞാൻ കണ്ടിട്ടില്ല. അടുത്തുനിന്ന് യാസിർ ശാന്തമായ ശബ്ദത്തിൽ ചോദിച്ചു, നിനക്കെന്താണ് ഇത്ര അത്ഭുതം? ധനികൻ ആഴത്തിൽ ശ്വാസമെടുത്ത് പറഞ്ഞു, എന്റെ ഭൂമി ഇതുപോലൊരു വിളവ് ഉൽപ്പാദിപ്പിച്ചത് ഇതാദ്യമാണ്. ഇത് ഒരു അത്ഭുതം പോലെ തോന്നുന്നു. യാസിർ വിനയത്തോടെ മറുപടി പറഞ്ഞു, ഇത് അല്ലാഹുവിന്റെ ഔദാര്യമാണ്. അവനോട് നന്ദി പറയൂ. ധനികൻ വിറച്ചുകൊണ്ട് പറഞ്ഞു, അൽഹംദുലില്ലാ. ശരിക്കും ഇത്തരമൊരു വിളവ് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ഇത് നിന്റെ റിസ്ക്കാണ്, ഓ സത്യസന്ധനായ യുവാവേ. പിന്നീട് അവൻ യാസിറിന്റെ കണ്ണുകളിലേക്ക് നോക്കി. യാസിറിന്റെ ഹൃദയത്തെ ഞെട്ടിച്ച വാക്കുകൾ പറഞ്ഞു, എന്റെ മകനെ, ഈ വിളവിന്റെ പകുതി നിന്റേതാണ്, പകുതി എന്റേതും. വാക്കുകൾ വായുവിൽ തങ്ങി നിന്നു. യാസിർ ഞെട്ടിത്തരിച്ചു നിന്നു, മറുപടി പറയാൻ കഴിയാതെ. കണ്ണുനീർ അവന്റെ കവിളുകളിലൂടെ ഒഴുകി. ധനികൻ അത്ഭുതത്തോടെ ചോദിച്ചു, യാസിർ, എന്തിനാണ് നിന്റെ കണ്ണീർ? യാസിർ മെല്ലെ മറുപടി പറഞ്ഞു, ഞാൻ എന്റെ വേതനം മാത്രമാണ് പ്രതീക്ഷിച്ചത്. ഇത്ര വലിയ കാര്യത്തിന് ഞാൻ അർഹനല്ല. ധനികൻ ഒരു നിമിഷം നിന്നു. പിന്നെ ശാന്തമായ ശബ്ദത്തിൽ പറഞ്ഞു, എന്റെ മകനെ, ഞാനൊരു വൃദ്ധനാണ്. ഞാൻ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. എനിക്ക് മക്കളില്ല. എന്റെ ഭാര്യ കഴിഞ്ഞ വർഷം മരിച്ചു. നിന്നെ എന്റെ സ്വന്തം മകനെപ്പോലെ എന്റെ കൂടെ താമസിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് കേട്ട യാസിർ പറഞ്ഞു, പക്ഷേ ഞാൻ ഒറ്റയ്ക്കല്ല. എനിക്ക് 4 സഹോദരിമാരുണ്ട്. ഇപ്പോൾ ധനികന്റെ മുഖത്ത് ശാന്തമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ മെല്ലെ ചിരിച്ചു. യാസിർ അത്ഭുതത്തോടെ ചോദിച്ചു, നിനക്കെന്തിനാണ് ചിരി? ധനികൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ഓരോ ഫജ്ർ നമസ്കാരത്തിലും ഞാൻ ഒരു നീതിമാനായ മകനും 4 പെൺമക്കളും വേണമെന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു. ഇന്ന് എന്റെ പ്രാർത്ഥന നിറവേറ്റപ്പെട്ടിരിക്കുന്നു. യാസിർ ഒന്നും പറഞ്ഞില്ല. നിശബ്ദമായി അവൻ സമ്മതിച്ചു. അവൻ തന്റെ 4 സഹോദരിമാരെ ധനികന്റെ കൂടെ താമസിക്കാൻ കൊണ്ടുവന്നു. ഒരുമിച്ച് അവർ ഒരു പുതിയ കുടുംബമായി. അവർ വൃദ്ധനോട് ആഴമായ വിശ്വസ്തതയും ബഹുമാനവും കാണിച്ചു. അവൻ യാസിറിന്റെ സഹോദരിമാരുടെ വിവാഹം നടത്തി. അവർക്ക് നല്ല വീടുകളിൽ സ്ഥിരതാമസമാക്കി. എന്നാൽ കഥ അവിടെ അവസാനിച്ചില്ല. ഒരു ദിവസം ധനികൻ യാസിറിനെ വിളിച്ചു പറഞ്ഞു, എന്റെ മകനെ, എന്റെ എല്ലാ സ്വത്തും നിന്റെയും നിന്റെ സഹോദരിമാരുടെയും പേര് തിരുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് കേട്ട യാസിർ വീണ്ടും കരഞ്ഞു. അവൻ പറഞ്ഞു, വേണ്ട, ദയവായി അങ്ങനെ ചെയ്യരുത്. ഞങ്ങൾക്ക് വേണ്ടത് നിന്റെ സുരക്ഷയും ആരോഗ്യവുമാണ്. എന്നാൽ വൃദ്ധൻ ഉറച്ചുനിന്നു. ഇത് എന്റെ ജീവിതത്തിലെ ഏറ്റവും ശാന്തമായ തീരുമാനമാണ് എന്ന് അവൻ പറഞ്ഞു. അവസാനം സ്വത്ത് യാസിറിന്റെയും സഹോദരിമാരുടെയും പേര് തിരുത്തപ്പെട്ടു. എന്നാൽ അവർ അത് ഒരിക്കലും തങ്ങളുടേതായി കണക്കാക്കിയില്ല. പകരം അവർ അത് ഒരു അമാനത്തായി കണക്കാക്കി. എല്ലാ തീരുമാനങ്ങളിലും അവർ വൃദ്ധനെ സമീപിക്കുകയും മതപരവും ധാർമ്മികവുമായ മൂല്യങ്ങൾ പിന്തുടരുകയും ചെയ്തു. ഇങ്ങനെ ഒരു സാധാരണ വിളവെടുപ്പിൽ നിന്ന് സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെയും ഒരു പുതിയ കഥ ജനിച്ചു. ഈ കഥയിൽ നിന്ന് ഫജ്ർ നമസ്കാരത്തിന്റെ മഹത്വം അളവറ്റതാണെന്ന് നമുക്ക് മനസ്സിലാകുന്നു. അത് ലോകത്തെക്കാളും അതിലുള്ള എല്ലാത്തിനേക്കാളും മഹത്തരമാണ്. റസൂൽ പറഞ്ഞു, ഓ അല്ലാഹ്, എന്റെ ഉമ്മത്തിന്റെ പ്രഭാത ജോലികളിൽ അനുഗ്രഹം നൽകണമേ. ഫജ്ർ നമസ്കാരം നിരന്തരം നിർവഹിക്കുന്നവൻ അല്ലാഹുവിന്റെ സംരക്ഷണത്തിന് കീഴിലായിരിക്കും. ഒരു ശത്രുവിനും അവനെ ഉപദ്രവിക്കാൻ കഴിയില്ല. ഈ കഥ അല്ലാഹുവിലുള്ള വിശ്വാസം, നമസ്കാരത്തിന്റെ പ്രാധാന്യം, ക്ഷമ, സത്യസന്ധത, ധാർമ്മിക മൂല്യങ്ങൾ എന്നിവയെക്കുറിച്ച് നമ്മെ ആഴത്തിൽ പഠിപ്പിക്കുന്നു. യാസിറിനെപ്പോലെ നീതിമാനും ആത്മാർത്ഥനുമായ ജീവിതം നയിക്കുന്നവനെ അല്ലാഹു തീർച്ചയായും ഏറ്റവും നല്ല രീതിയിൽ പ്രതിഫലം നൽകും. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.